10 വർഷം മുൻപ് വെള്ളാപ്പള്ളി നടേശനെ കേരള തൊഗാഡിയ എന്ന് വിളിച്ചത് തെറ്റായി പോയി എന്നല്ലേ സി പി എം അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടോ ഇപ്പോ? ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഉയർത്തിയ വിമർശനമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു പദപ്രയോഗമോ അതെല്ലാ കാലത്തേക്കും ബാധകമായ ഒന്നായിരിക്കും എന്ന് മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തെയും പ്രപഞ്ചത്തെയും പ്രകൃതിയെയും മനസ്സിലാക്കാതെ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രകൃതി നിയമത്തെ ഉൾക്കൊള്ളാതെ പണ്ട് എപ്പോ പറഞ്ഞത് അതേപോലെ തന്നെ തുടരുകയാണ് എന്ന് പറയുന്നത് ധാരണ തന്നെയാണ് തെറ്റ്. ഓക്കെ, അപ്പൊ അന്ന് തൊഗാഡിയ എന്ന് വിളിക്കാനുണ്ടായ സാഹചര്യം ഇന്നില്ല. അന്ന് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തെ അടിസ്ഥാനപ്പെടുത്തി അപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പറയുകയാണ് ചെയ്യുക. അത് ഇപ്പം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമ്മൾ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതിനെന്തായാലും കുഴപ്പമുള്ളത്? അല്ല, ഞാൻ പറഞ്ഞ ഞങ്ങൾ ഓരോ സന്ദർഭത്തിലും അന്ന് കേരള തൊഗാഡിയ എന്ന് അദ്ദേഹത്തെ വിളിച്ച സാഹചര്യം വിളിക്കേണ്ട ഘട്ടം ഇപ്പോ ഇല്ല എന്നാണ്. എങ്ങനെ? അന്ന് കേരള തൊഗാഡിയ എന്ന് വിളിച്ചല്ലോ, നൌഷാദിന് 10 ലക്ഷം രൂപ സർക്കാർ കൊടുത്തപ്പോ. നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന വ്യക്തമായി പറയാം. ഉദ്ദേശിക്കുന്നത് വ്യക്തമായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന വ്യക്തമായി പറയാം. പദപ്രയോഗം ഇപ്പോൾ ഉപയോഗിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, ഞാൻ പറയാം, പക്ഷേ ഞാൻ വ്യക്തത വരുത്താം. അന്ന് മാൻഹോളിൽ വീണ് മരിച്ച നൌഷാദിന് 10 ലക്ഷം രൂപ സർക്കാർ സഹായം കൊടുത്തപ്പോ മുസ്ലിം ആയതുകൊണ്ട് കൊടുത്തതാണ് എന്ന് പറഞ്ഞ അദ്ദേഹം വർഗീയ വിദ്വേഷം ചീറ്റി. അത് വർഗീയതയാണ് എന്ന് പറയാൻ അന്ന് CPIM-ന് കഴിയുമായിരുന്നു. കേരള തൊഗാഡിയ എന്നുള്ള വാക്ക് വിടാം. പക്ഷെ ഇന്ന് അദ്ദേഹം അതിനേക്കാൾ വലിയ വർഗീയത വിഷം ചീറ്റുമ്പോൾ ആ പറയുന്നത് വർഗീയതയാണ് എന്ന് പറയാൻ CPIM-ന് കഴിയുന്നില്ല. മറിച്ച് ഞങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ എല്ലാ അഭിപ്രായത്തോടും യോജിപ്പില്ല എന്നൊക്കെയുള്ള വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നു. അന്നത്തെ ഒരു വീര്യം നിങ്ങളുടെ വാക്കുകളിൽ ഈ വർഗീയ സംഗതികളെ ചെറുക്കാനില്ല. ഞങ്ങൾ ഉപയോഗിക്കണമെന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. നിർബന്ധിച്ചാൽ പിടിച്ചാലും പറയില്ല. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന പദങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായി ആ രീതിയിൽ നടക്കില്ല. വർഗീയത എന്നത് നമ്മൾ ഉണ്ടാക്കിയ നിലപാട്, വർഗീയ സമീപനം, വർഗീയ പദപ്രയോഗം കേക്ക് അതുകൂടി പറഞ്ഞാലയാ. വർഗീയ നിലപാട്, വർഗീയ സമീപനം, വർഗീയ പദപ്രയോഗം ഉപയോഗിക്കുന്നത് തെറ്റാണ്. ആ തെറ്റായ പ്രയോഗത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി പിന്നെ വെറുതെ വേണ്ടാതെ വേറെ എന്തെങ്കിലും വ്യാഖ്യാനിക്കൊന്നും വേണ്ട. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു വെച്ചു. ശരി. അല്ല, എന്റെ ചോദ്യം വെള്ളാപ്പള്ളി അത് അങ്ങനെ പറയുന്നുണ്ടോന്നാണ്. വെള്ളാപ്പള്ളി വർഗീയത ആര് പറഞ്ഞാലും X or Y ആര് പറഞ്ഞാലും ഞങ്ങൾ നിലപാട് തന്നെയാണ്. പക്ഷെ അപ്പൊ എന്ന് വെച്ചാൽ അന്ന് 10 വർഷം മുമ്പ് സ്വീകരിച്ചതുപോലെ ഷാർപ്പായിട്ടുള്ള വാക്കുകൾ ഒഴിവാക്കാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് രാഷ്ട്രീയ ആവശ്യമാണ്, വർഗീയ ആവശ്യമാണ്. ആ ആവശ്യത്തിന് നിന്ന് കൊടുക്കാൻ ഈ പാർട്ടി ഇല്ല കേട്ടോ. നിങ്ങളുടെ വർഗീയ ആവശ്യത്തിനും നിങ്ങളുടെ രാഷ്ട്രീയ ആവശ്യത്തിനും നിങ്ങൾ പറയുന്നത് പോലെയുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിന് പാർട്ടി ഇല്ല. ഞങ്ങളുടേതായ നിലപാടുണ്ട്. ആ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ജനങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം അവർക്ക് മനസ്സിലാവും. ഒരു കാര്യം ഞാൻ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്തോട്ടെ മാഷെ. അതായത് 10 വർഷം മുൻപ് ഒരു സന്ദർഭത്തിൽ കേരള തൊഗാഡിയ ചോദ്യത്തിന് മറുപടി ഉണ്ട്. എല്ലാ ചോദ്യത്തിനും മറുപടി ഉണ്ട്. യെസ്. അല്ല, 10 വർഷം മുൻപ് ഇങ്ങനെ ഒരു അന്നത്തെ ഒരു സാഹചര്യത്തിൽ കേരള തൊഗാഡിയ എന്ന് വിളിച്ചു. അത് അന്നത്തെ സാഹചര്യമാണ്. ഇന്ന് ആ സാഹചര്യം ഇല്ല എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കട്ടെ. അന്നത്തെ സാഹചര്യം എങ്ങനെ ഇന്നത്തെ സാഹചര്യമാകുക? അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ പ്രകൃതി നിയമങ്ങളൊന്നും മനസ്സിലാക്കാതെ ചോദിക്കുകയാണെന്ന്. മുസ്ലിമായ ഒരാൾക്ക് 10 ലക്ഷം രൂപ സർക്കാർ സഹായം കൊടുത്തതിനാണ് അദ്ദേഹം വിമർശിച്ചത്. അതിനേക്കാൾ വലിയ വർത്തമാനം പറയാണ്. പ്രപഞ്ച നിയമം. അല്ല, അന്ന് മുസ്ലിം സമാനമായ സാഹചര്യം അന്ന് മുസ്ലിമായ ഒരാൾ മാൻഹോളിൽ മരിച്ചപ്പോൾ അയാൾക്ക് 10 ലക്ഷം കൊടുത്തു. തിരുത്ത്. ആ സാഹചര്യം സമാനമാണ്. പക്ഷെ നിങ്ങളുടെ സമീപനം വ്യത്യസ്തവും. അന്ന് മുസ്ലിമായ ഒരാൾക്ക് 10 ലക്ഷം സഹായം കൊടുത്തതിനെ വിമർശിച്ചു. ഇന്ന് മുസ്ലിമായ ഒരു മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിക്കുന്നു. അല്ല, അന്ന് മുസ്ലിമായ ഒരാൾക്ക് 10 ലക്ഷം ധനസഹായം കൊടുത്തതിനെ വർഗീയമായി കണ്ടു. തെറ്റാണ് ഞാൻ പറഞ്ഞല്ലോ. ഇന്ന് മുസ്ലിമായ ഒരാളെ തീവ്രവാദി എന്ന് വിളിക്കുന്നു. രണ്ട് സാഹചര്യത്തിലും നിങ്ങൾക്ക് പക്ഷേ രണ്ട് സമീപനം. അന്ന് കേരള തൊഗാഡിയ എന്ന് വിളിക്കുന്നു. ഇന്ന് തെറ്റാണ്, അംഗീകരിക്കാൻ കഴിയാത്തതാണ്, മോശമാണ് പോലെയുള്ള